ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് നയൻതാര ധനുഷ് പ്രശ്നങ്ങളാണ്. ചിലർക്കെങ്കിലും സംശയമുണ്ടാവും എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്ന്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നയൻതാരയുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമാകാറായി. നയൻതാരയുടെ മാരേജ് ഷൂട്ട് ചെയ്യാൻ ഒരു വീഡിയോഗ്രാഫർമാരെയും അനുവദിച്ചിരുന്നില്ല. കാരണം നയൻതാര തന്നെ ഏർപ്പാടാക്കി ഷൂട്ട് ചെയ്ത് അത് നെറ്റ്ഫ്ലിക്സിന് വിൽക്കുകയാണ് ചെയ്തത്. 80 കോടി രൂപയ്ക്കാണ് നയൻതാര തൻ്റെ വിവാഹ വീഡിയോ വിറ്റിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 2 വർഷമായെങ്കിലും ഇതുവരെ ആ വീഡിയോ റിലീസ് ചെയ്തിട്ടില്ല. അതിന് കാരണമായി നയൻതാര പറയുന്നത് ധനുഷിൻ്റെ പിടിവാശി മൂലമാണ് ഈ വീഡിയോ റിലീസാകാൻ താമസിക്കുന്നതെന്ന്. അപ്പോൾ നമുക്കറിയണ്ടേ ധനുഷ് എന്താണ് ഇതിൽ റോളെന്ന്. ധനുഷ് നിർമ്മിച്ച ഞാനും റൗഡി താൻ എന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ചിത്രത്തിൻ്റെ സംവിധായകനായിരുന്നു വിഘ്നേഷ് ശിവൻ. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് വിഘ്നേഷ് ശിവനും നയൻതാരയും തമ്മിൽ പ്രണയത്തിലാവുന്നത്. ഈ സിനിമ ഞാനും റൗഡി താൻ എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ധനുഷാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കോപ്പിറൈറ്റ് അവകാശമുള്ളത് ധനുഷിനാണ്. ആരെങ്കിലും ഈ സിനിമയുടെ ഭാഗങ്ങൾ വീണ്ടും ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിന് വിറ്റാൽ അതിന് ധനുഷിന് നഷ്ടപരിഹാരം വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നയൻതാരയുടെ കല്യാണ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, കാരണം ഈ സിനിമയിൽ വെച്ചിട്ടാണ് വിഘ്നേഷ് ശിവനും നയൻതാരയും പ്രണയത്തിലാവുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു കല്യാണ വീഡിയോയിൽ. അതിനെതിരെയാണ് ധനുഷ് പരാതി കൊടുത്തിരിക്കുന്നത്. 10 കോടി രൂപ വേണമെന്നാണ് ധനുഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അത് ധനുഷിൻ്റെ സിനിമയാണ്. അതിലെ ഒരു ഭാഗമാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല നയൻതാര ഇത് 80 കോടി രൂപയ്ക്കാണ് ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന് വിറ്റിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പേരും നയൻതാരയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നിയമപരമായി നോക്കിയാൽ ധനുഷിനാണ് സപ്പോർട്ട് കിട്ടാൻ സാധ്യത. നയൻതാര വാടക ഗർഭപാത്രത്തിലൂടെ 2 കുഞ്ഞുങ്ങളെ സ്വന്തമാക്കിയിരുന്നു. ഉലകും ഉയിരും. അവരുടെ കൂടെ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിതം ചെലവിടുകയാണ് നയൻതാര. അതിനിടയിലാണ് ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക എപ്പോഴും. ഇതിൽ ന്യായമുണ്ടെങ്കിൽ ധനുഷിനാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെങ്കിൽ കൊടുക്കുക. മലയാളത്തിൽ നിന്നുള്ള ചില നടികൾ നയൻതാരയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓർക്കണം, കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് സാന്ദ്ര തോമസിനെ പുറത്താക്കിയിരുന്നു. ആരും ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടില്ല. എങ്ങോട്ടാണ് ഈ കാലത്തിൻ്റെ പോക്ക്? പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു പാഠമാണ്. മറ്റൊന്നുമല്ല, എവിടെയാണ് നീതിയും നിയമവും ശരിയായിരിക്കുന്നത്, എവിടെയാണ് സത്യമുള്ളത്, ആരാണ് ആരെയും പറ്റിക്കാതെ സ്റ്റേണായി നിൽക്കുന്നത്, അവരുടെ കൂടെ നിൽക്കുക എന്നും